ദേശാഭിമാനി പേപ്പറല്ല, ഈ പേപ്പർ മാതൃഭൂമിയാണ്. ഈ പേപ്പർ മാതൃഭൂമിയാണ്. ഇത് വന്ന തീയതി ഈ മാസം 10-ാം തീയതി വന്ന പേപ്പർ. ഇതിലൊരു ഫോട്ടോ ഉണ്ട്. പിണറായി വിജയൻ പായ മടക്കിയിട്ട് പോവുകയാണ്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളിത് വായിക്കണം. ഞാൻ മാതൃഭൂമി പത്രത്തിലെ കാര്യം പറയണത്. ഇത് പിണറായി വിജയൻ പായ മടക്കി പോവുകയാണ്. അതിൻ്റെ പിന്നിലൊരു ചങ്ങായി നിൽക്കുന്നുണ്ട്. അത് നമ്മളെ ധനകാര്യമന്ത്രിയാണ്. മൂപ്പരടുത്ത് കാശൊന്നുമില്ല. കൊട്ട തലയിൽ വെച്ചിട്ട് മൂപ്പരും പോവുകയാണ്. ധനകാര്യമന്ത്രി കൊട്ട തലയിൽ വെച്ചിട്ട് പോവുകയാണ്. പിണറായി വിജയൻ പായ മടക്കിയിട്ട് പോവുകയാണ്. എന്നൊരു വാർത്ത കൊടുക്കുന്നു. നുള്ളിപ്പെറുക്കുന്നു. ഇത് ദേശാഭിമാനിയല്ല, നുള്ളിപ്പെറുക്കുന്നു എന്നാണ് ഇവർ കൊടുത്ത വാർത്ത. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പണം കൊടുക്കാണ്ട് എന്ന് മാതൃഭൂമി വരെയാണ്. എത്ര കൊടുക്കാണ്ട്? 25,000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാണ്ട്. ശമ്പള വർധനവായിട്ട് DA കുടിശ്ശികയായിട്ട് 25,000 കോടി കൊടുക്കാണ്ട്. 2,400 കോടി രൂപ അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാണ്ട്. ആര് പറയണു? മാതൃഭൂമി. KSRTCക്ക് പെൻഷൻ കൊടുക്കാൻ 160 കോടി നമ്മൾ കൊടുക്കാണ്ട് കേരളത്തിലെ ഗവൺമെന്റ്. ജലജീവൻ മിഷൻ കരാറുകാർക്ക് 1,397 കോടി നമ്മൾ കൊടുക്കാണ്ട്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ 200 കോടി കൊടുക്കാണ്ട്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 300 കോടി കൊടുക്കാണ്ട്. ഇതൊക്കെ പറഞ്ഞ് കൂട്ടിയ എത്ര ഉണ്ട്? ഈ കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 7 കൊല്ലം ഭരിച്ച് 50,000 കോടി രൂപ ഈ കേരളത്തിലെ മനുഷ്യർക്ക് കൊടുക്കാനുണ്ട് എന്ന് മാതൃഭൂമി എഴുതിയാണ്. എന്നിട്ട് അവരെന്നെ അതിൻ്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയിട്ട് എന്താ? നമുക്ക് എത്ര തരാണ്ട് എന്നാണ്. നമ്മൾ കേന്ദ്രം ഭരിക്കണ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എത്ര പൈസ ഈ കാലത്ത് തരാണ്ട് എന്നാണ്. GST നഷ്ടപരിഹാരം. GST എന്ന് പറഞ്ഞാൽ നികുതി വിരിക്കണ സംഭവമാണ്. 12,000 കോടി തരാണ്ട്. ഇവരെഴുതിയതാണ്. റവന്യൂ കമ്മി 8,400 കോടി തരാണ്ട്. വായ്പ വെട്ടിക്കുറച്ചത് 19,000 കോടി തരാണ്ട്. നികുതി വിഹിതത്തിൽ 18,000 കോടി തരാണ്ട്. കേന്ദ്ര നയത്തിൽ UGC പരിഷ്കരണം 750 കോടി തരാണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് മേഖല 174 കോടി തരാണ്ട്. സാമൂഹിക പെൻഷൻ കൊടുക്കാൻ 579 കോടി തരാണ്ട്. മില്യൺ പ്ലസ് സിറ്റി ഗ്രാന്റ് 51.6 കോടി തരാണ്ട്. നെല്ല് സംഭരണം, ഒരാൾ ആത്മഹത്യപ്പെടുത്ത് നെല്ല് സംഭരണം 742.63 കോടി തരാണ്ട്. മൂലധന നിക്ഷേപം 1,925 കോടി തരാണ്ട്. ഇതൊക്കെ പറഞ്ഞ കുട്ടി എത്ര? 57 4 61 400 200 600 61,624 കോടി ഉറുപ്പിക തരാണ്ട്. ആരാ പറയണ്? മാതൃഭൂമി. നമ്മൾ എത്ര കൊടുക്കാണ്ട്? 50,000 കോടി കൊടുക്കാണ്ട്. പായ മടക്കി പോണ ആളുടെ ഫോട്ടം ഇവിടെ ആരെ വെക്കണം? പിണറായി വിജയന്റെ ഫോട്ടാണോ ഇവിടെ വെക്കേണ്ടത്? നമുക്ക് തരാനുള്ള ആള് ഈ പൈസ തന്നാൽ നമ്മളെ ഖജനാവില് 12,000 കോടി ഉണ്ടാവും. എല്ലാവർക്കും കൊടുക്കാനുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞാലും 12,000 കോടി ബാക്കി ഉണ്ടാവും. അപ്പൊ ആരാ ഈ പായ മടക്കി പോണ് പൂട്ടുട്ടി പോണത്? ഇവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടം കൊടുക്കണം. അപ്പുറത്ത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ആളുടെ പേര് കൊടുക്കണം. എന്താ പറഞ്ഞത്? നിങ്ങള് കടം വാങ്ങി പെൻഷൻ കൊടുക്കണ്ട, കടം വാങ്ങി ഉച്ചക്കഞ്ഞി കൊടുക്കണ്ട, കടം വാങ്ങി കോവിഡിന് ചികിത്സിക്കണ്ട, കടം വാങ്ങി പാവപ്പെട്ട മനുഷ്യന്റെ സ്കൂളിൽ യൂണിഫോം വേണ്ട, കടം വാങ്ങിയിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഒരു ആനുകൂല്യം ആർക്കും കൊടുക്കണ്ട, അതിനുള്ള കായ് ഇവിടെ അല്ല എന്ന് പറഞ്ഞ ആരാ? നിർമ്മല സീതാരാമൻ. നോട്ടടിക്കണ പ്രസ്തവല്ലയിലാണ്. ചില ആളെ തരേണ്ട പോലെ നിങ്ങൾക്കിപ്പോൾ തൊഴിലുറപ്പുകാർക്ക് ഇപ്പൊ കൂലി 333 റുപ്യെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നാളെ 150 റുപ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് മേക്കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഫോട്ടോ അയാളെ കൊടുക്കാൻ പറ്റുമോ? ആരാ കൂലി തരണത്? 333 കേന്ദ്രത്തിന്റെ വിഹിതം അവർ തരണം. പഞ്ചായത്താണോ ശമ്പളം തരണത്? അല്ല, പഞ്ചായത്ത് പണി തരുള്ളൂ. ശമ്പളം നിങ്ങളെ അക്കൗണ്ടിലാ. കനറ ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ ഉള്ള അക്കൗണ്ടിലാണ്. ഒരു ചിലപ്പോൾ തരില്ല, ഇപ്പൊ തന്നിട്ടില്ല. നിങ്ങൾക്ക് 6-7 മാസത്തെ പൈസ കിട്ടാണ്ട്. ഇതെന്തിനാ ചെയ്യണത്? മുട്ടിക്കണം. ഇവിടെ പറ്റര് മുട്ടിക്കണം. നിങ്ങളറിയോ കേരളത്തിൽ
മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.